ക്ഷണിച്ചു കൊടുക്കുന്നു. അവരുടെ സ്കൂളിലേക്കുള്ള വരവ് പ്രധാനമായിട്ട് നമ്മൾ പഠനമെന്ന് പറയുമെങ്കിലും പഠനത്തെക്കാളേറെ അവരുടെ ചിട്ടയും അച്ചടക്കവും അവരുടെ ദിനചര്യകളും മറ്റു കാര്യങ്ങളുമാണ് ഈ LKG UKG 1 സ്റ്റാൻഡേർഡുകളിൽ നമ്മൾ ക്രമീകരിച്ചു പോകുന്നത്. അങ്ങനെയല്ലേ? അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി അതോടൊപ്പം തന്നെ ഇപ്പം ഈ കഴിഞ്ഞ ഒന്നാം നമുക്ക് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു തുടക്കവും നമ്മുടെ കുട്ടികളുടെ പങ്കാളിത്തം വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു. പ്രായമൊക്കെ പഠിക്കണുണ്ടല്ലോ, അപ്പൊ അത് വെച്ചിട്ട് വേറെ വാക്കുകൾ നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പത്രമോ ഒരു മാസികയോ കൊടുത്തിട്ട് അതിൽ നിന്ന് കണ്ടുപിടിച്ചൊക്കെ എഴുതാൻ പറയുക. ഈ പടം വരയ്ക്കുന്ന പോലെ അവന്റെ മനസ്സിലത് അക്ഷരം പടമായിട്ട് ഇരിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ എഴുതുന്ന അങ്ങനെ എപ്പോഴും ഇല്ല. ഇത്ര സമയം ചില അക്ഷരങ്ങൾ അങ്ങനെ അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങൾ നമ്മുടെ രക്ഷിതാക്കളിൽ ഉണ്ടാവണം. നമ്മുടെ കുട്ടികളോടൊപ്പം ടീച്ചേഴ്സിനോടൊപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തോ ആവട്ടെ, മോനിപ്പോൾ വീട്ടിൽ വന്ന് എഴുതുന്നതിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അധ്യാപകരുമായിട്ട് പങ്കുവയ്ക്കുക. ടീച്ചറെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകും, ഒന്ന് ശ്രദ്ധിച്ചോളേന്ന് ഒന്ന് ടീച്ചേഴ്സിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭാഷയുമായി ബന്ധപ്പെട്ട് സംയുക്ത ഡയറിയിലെ കാര്യം ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് നിങ്ങളതിനെ പരിഗണിക്കുക. കുട്ടികൾ വീട്ടിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ അവരോട് തന്നെ അവർക്കും ചില കുട്ടികളെന്ന് വെച്ചാൽ പ്രതികരിക്കാത്തവരായിരിക്കാം, അവരൊന്നും പറയാത്തവരായിരിക്കും, പക്ഷെ അവരോടൊപ്പം ചോദിച്ച് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലെത്തിയാണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുവിധം ചെയ്തു. നമ്മുടെ സംയുക്ത ഡയറിയെ കുറിച്ചും എല്ലാം പറഞ്ഞു. ഡയറി കുറേ പേര് എഴുതുന്നില്ല, സ്ഥിരമായി കേൾക്കാത്ത കുറേ പേര്. അമ്മയ്ക്ക് സമയമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ചു പരിചയമുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നത്. ആദ്യത്തെ സെക്ഷനിൽ രക്ഷാകർത്താക്കളെ വീട്ടിലും വെച്ചപ്പോഴാണ് ഒരാളും ബാക്കിയെല്ലാം ലേഡീസുമായിരുന്നു. ഇന്നും എൻ്റെ ഭാഗ്യത്തിന് കിട്ടിയപ്പോൾ നമുക്കൊരു മാനസിക ബലം ഉണ്ടായിരുന്നു. അതുകൊണ്ടായാലും കൂടുതലൊന്നും പറയുന്നില്ല. ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് വരുന്ന സമയത്ത് അവസരം ഉണ്ടെങ്കിൽ പറയാം. എൻ്റെ 2 കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. 1ാം ക്ലാസ്സിൽ ഉമ്മ എന്ന് പറയുന്ന കുട്ടിയുടെ രക്ഷിതാവാണ് ഞാൻ. ഇന്നും ഉമ്മ വരാനിരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരെ പൊടി കൊച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഈ കുഞ്ഞ് ഇരുന്ന് അറിയുന്നത് നമ്മുടെ വീട്ടിൽ വന്നാൽ ഇതിനെ കുട്ടിയുടെ വിചാരിച്ചിട്ടാണ് ഞാനൊരു പെട്ടെന്ന് വന്നിട്ട് പോയി വിചാരിച്ചിട്ട്. എൻ്റെ പേര് ഇഷ്ടമാണ്. സ്ഥലം കുമ്പകുണ്ടൊടിയാണ്. ജോലി സ്ഥലം കുറിഞ്ചിറക്കാട് കണ്ടവർ സ്ഥലം. അപ്പോൾ അവിടെ മദ്രസയിലെ അധ്യാപകരുണ്ട്. എനിക്ക് അവിടെ വൈകുന്നേരത്തെ ക്ലാസ്സിൽ എത്തേണ്ടതുമാണ്. ബാക്കി കാര്യം പഠിക്കുന്ന